ഗുഡ് മോർണിംഗ്. രാവിലത്തെ കലാപരിപാടികൾ ആരംഭിക്കാം. അപ്പോൾ രാവിലെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പച്ചക്കറിയൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറി അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയും സാമ്പാറും പിന്നെ ഉച്ചയ്ക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി സാമ്പാറും കൂടെ കൂട്ടി ചോറുണ്ണാം. മസാല ദോശയ്ക്ക് സാമ്പാർ കൂട്ടാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പെട്ടെന്ന് കുപ്പിക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ ആ ഒരു പണി അവിടെ തീർന്നില്ലേ. അപ്പം നമുക്ക് രാവിലെ ഓരോ തവണയും ക്ലോക്കി നോക്കി വേണം നമുക്ക് ജോലി ചെയ്യാൻ, അല്ലെ പെട്ടെന്ന് സമയം പോകും. അതിനിടയ്ക്ക് പിള്ളേരെ വിളിക്കാൻ ഓടി ഒരു തവണ വിളിച്ചാൽ ഒന്നും ആരും എണീക്കത്തില്ല. വീണ്ടും ചെല്ലുമ്പോൾ പറയാം 2 മിനിറ്റ് കൂടെ കിടന്നോട്ടേന്ന് ചോദിക്കും. ആ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് 7:30 ആകും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കാപ്പിയൊക്കെ എടുത്ത് വെക്കണം, കാപ്പി എടുക്കണം, കുളിക്കാൻ തണുപ്പുള്ള ദിവസമാണെങ്കിൽ വെള്ളം ചൂടാക്കണം. അപ്പോൾ ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ട് അവരെ വിളിച്ചുണർത്തി വിട്ടാൽ കാപ്പിയൊക്കെ കുടിച്ച് ബ്രഷ് ചെയ്ത് കുളിച്ചൊക്കെ റെഡി ആയിട്ട് വന്നോളും. ലഞ്ചും വെള്ളമൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചാൽ പൊന്നും അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോളും കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴക്കാറുണ്ട്. ഒരുപാട് നാൾ ഇവിടെ മഴ പെയ്തിട്ട്, കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. സത്യം പറഞ്ഞാൽ മഴയേ ഇല്ല എന്ന് പറയാം. അപ്പോൾ പിന്നെ ഇന്ന് മിക്കവാറും മഴ പെയ്യും തോന്നുന്നു. അപ്പോൾ അവരെ റെഡിയാക്കി വിട്ടു. സ്കൂളിൽ പോട്ടെ, ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ബസ് ഓവർടേക്ക് ചെയ്താൽ മതി, നമ്മുടെ സമയം തെറ്റിപ്പോകും കേട്ടോ. അപ്പോഴത്തേനും ബസ് വന്ന് അവിടെ കിടക്കും. അവരെ കയറ്റി വിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇതിപ്പോൾ മഴയ്ക്കാരും സമയം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന ടൈമിലോ അതല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് കയറുന്ന ടൈമിലോ അതോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തോ മഴ ഉറപ്പാണ്. അപ്പോൾ മഴയൊക്കെ അവിടെ പെയ്യട്ടെ. ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തീർത്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, അടുക്കളയൊക്കെ വൃത്തിയായി ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.